Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്റ്റോറി പറഞ്ഞിരുന്നു സ്റ്റോറി ഒരു ജാക്കിന്റെ സ്റ്റോറി പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? പറഞ്ഞു. ഓക്കെ, ഇന്ന് കുറച്ച് മലയാളം സെന്റൻസ് തരാം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ എഴുതിയെടുത്തോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന. ആണോ? സ്റ്റോറി പറഞ്ഞില്ല? സ്റ്റോറി ചെയ്ത് സ്റ്റോറി പറഞ്ഞു. എക്സാമ്പിൾസ് നമ്മ ചെയ്യണമായിരുന്നു. ആണല്ലേ? ഓക്കെ, എക്സാമ്പിൾസ് മുമ്പ് വാസിയായിട്ട് മുമ്പ് സ്റ്റോറി എടുത്തതാ. ഓക്കെ, ഇപ്പോ കുറച്ച് സെന്റൻസ് ഞാൻ തരാം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. എഴുതിക്കോളൂ. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. ചിന്തിച്ചിട്ട് സംസാരിക്കാൻ പറയേ ആ ഒരു സെന്റൻസ്. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. നെക്സ്റ്റ്, ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ പുറപ്പെടുമ്പോ നിന്നെ വിളിക്കാം. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ഇനി മൊത്തം എത്രയായി എന്ന് ചോദിക്കില്ല, നമ്മളെല്ലാം കൂടെ എത്രയായി എമൗണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം എത്രയായി? മൊത്തം എത്രയായി ക്വസ്റ്റ്യൻ ആണ്. 4. അയ്യോ, അത് സെന്റൻസ് ആണ്, ചോദിച്ചതല്ല. സെന്റൻസ് എഴുതാനാണ് കേട്ടോ. മൊത്തം എത്രയായി എന്ന് പറയുന്നത് സെന്റൻസ് എഴുതാം. ഇനി നിനക്ക് അത് ചെയ്യാൻ കഴിയും. നിനക്കത് ചെയ്യാൻ കഴിയും. നിനക്കത് ചെയ്യാൻ കഴിയും. ഇവിടെയും ഇതുപോലെ തന്നെ. ഇവിടെയും ഇതുപോലെ തന്നെ. ഇവിടെയും ഇതുപോലെ തന്നെ. അവൻ വീട്ടിൽ പോയോ? അവൻ വീട്ടിൽ പോയോ? അവൻ വീട്ടിൽ പോയോ? അവന് അറിയില്ല. അവന് അറിയില്ല. അവന് അറിയില്ല. ചായ തണുത്തു പോകുന്നു. ചായ തണുത്തു പോകുന്നു. ചായ തണുത്തു പോകുന്നു. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ ചോദിച്ചിട്ട് പറയാം.
ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. എനിക്കത് പ്രയാസമാണ്. എനിക്കത് പ്രയാസമാണ്. എനിക്കത് പ്രയാസമാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. അവനെ ഇവിടെ കൊണ്ടുവരൂ. അവനെ ഇവിടെ കൊണ്ടുവരൂ. അവനെ ഇവിടെ കൊണ്ടുവരൂ. ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. നിനക്കത് എനിക്ക് തരാൻ കഴിയില്ലേ? നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? ഇച്ചിരി സ്പീഡ് കുറയ്ക്കണം, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ. നിനക്ക് ഞാൻ ഇവിടെ വരെ എഴുതിയിട്ടുള്ളൂ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് തിരിച്ചറിയാം, അവിടെ വരെ എഴുതിയുള്ളൂ. ഓക്കെ, ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഇനി അടുത്തത്, അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? നിനക്കത് എനിക്ക് തരാൻ കഴിയില്ലേ? നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? ഇച്ചിരി സ്പീഡ് കുറയ്ക്കുക, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? അതിനുശേഷം എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? എഴുതി കഴിഞ്ഞു അറിയാ? കഴിഞ്ഞു. ഇനി ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. ഞാനത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ അത് നിനക്ക് വേണ്ടി
വാങ്ങിയതാണ്. ഇതാണോ നിനക്ക് വേണ്ടത്? ഇതാണോ നിനക്ക് വേണ്ടത്? ഇതാണോ നിനക്ക് വേണ്ടത്? അവൻ കുറച്ചു മുൻപ് പോയി. അവൻ കുറച്ചു മുൻപ് പോയി. അവൻ കുറച്ചു മുൻപ് പോയി. ഈ ക്യാബേജിന് എത്ര വില വരും? ഈ ക്യാബേജിന് എത്ര വില വരും? Okay. So translate ചെയ്യൂ. സിന്ധു. യെസ് മാം, ഞാൻ ഇപ്പൊ ജോയിൻ ആയിട്ടുള്ളൂ. കുറച്ച് ലേറ്റ് ആയി. എവിടെ വരെ എഴുതിയോ? ഓ എഴുതിണ്ട്. ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയും. അത് എഴുതിണ്ട് അതുവരെ. ഫസ്റ്റ് ഒരുപാടുണ്ടേ. ഞാൻ ഇത് എഴുതിക്കോളാം മിസ്. എഴുതിക്കോളൂ. ഇത് എഴുതിക്കോളാം. പിന്നെ ഒരു പറയുമ്പോ ഞാൻ കേട്ടോളാം. ഓക്കെ. ഓക്കെ മിസ്. അപ്പോൾ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐഡന്റിഫൈ ദ ടെൻസ്. ഏതാണ് which tense is used there? So first you identify which tense and ഓരോ വേർഡ്സും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയോ നോക്കാം. ഓക്കെ. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ സെന്റൻസ് വരുമ്പോ ഓരോ വേർഡ്സ് ആണല്ലോ അല്ലെ? ഓരോ വേർഡ്സും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദെൻ എന്ന് ഞാൻ പറഞ്ഞത് മലയാളം എവിടെ അവസാനിക്കുന്നോ ആ എൻഡിൽ നിന്നായിരിക്കണം ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ആ രീതിയിലേക്ക് ഒന്ന് മൊത്തം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ. മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിച്ച് മാക്സിമം ട്രാൻസ്ലേറ്റ് ചെയ്യാം.
ഓക്കെ, എഴുതി കഴിഞ്ഞാൽ പറഞ്ഞോട്ടോ. ഇനിയിപ്പോ കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ, വേർഡ്സ് എങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ട്രൈ ചെയ്യാം. മിസ്സേ, ഈ ഞാൻ അവനോട് പിന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാമോ? അതെനിക്ക് മലയാളം കിട്ടുന്നില്ല. ഞാൻ അവനോട് അവനോട് ഇത് നിനക്കത് എനിക്ക് തരാമായിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു, വർത്താനം പറയായിരുന്നു. സംസാരിക്കായിരുന്നു. ഓക്കെ, ഞാൻ അത് കന്നഡത്തിൽ എഴുതിയപ്പോഴേ. ഓക്കെ മിസ്സേ. മിസ്സേ, ഞാൻ എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ? എഴുതി. വെയിറ്റ് ചെയ്യൂ റിയ, വെയിറ്റ് ചെയ്യും. ഞാൻ ആദ്യം പറയാവേ, ഞാൻ മുഴുവൻ എഴുതിയേ. എന്തോ പറയുമ്പോഴേ ആദ്യം ഞാൻ പറയാമെന്ന്. ഞാൻ മുഴുവൻ എഴുതി. ഓക്കെ, വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാരും എഴുതി കഴിയുന്നവിടെ വരെയാണ്. അതെ. അല്ലെങ്കിൽ ഇപ്പൊ റിയ പറയുമ്പോ അവർക്ക് കിട്ടാത്തവരാണെങ്കിൽ റിയ പറയുന്നത് അനുസരിച്ചിട്ട് അവർക്ക് എഴുതാലോ. അതുകൊണ്ടാണ് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞത്.
സെന്റൻസ് മൊത്തം എത്രയായി? അതായത് നമ്മൾ സ്ഥാനം വാങ്ങിച്ചിട്ട് ടോട്ടൽ എത്ര എമൗണ്ട് ആയിരുന്നു ചോദിക്കില്ലേ? അല്ലേ? മൊത്തം എത്ര ആയി? പതിനാറെണ്ണമായി മൊത്തം. എന്തോ? 16 മൊത്തം. ഓക്കെ. മൊത്തം 16. ഞാനിപ്പോ എണ്ണിയല്ലോ, പെട്ടെന്ന് എണ്ണിയല്ലോ. 16 മൊത്തം 26 ഇല്ലേ? 36 26. 26 ഞാൻ 16 എണ്ണിട്ട്. 26 ഉണ്ട്. ഉണ്ടോ? ഒന്നുകൂടെ എണ്ണീട്ട് പറയാവേ. ജെയിൻ ബിബിൻ ജെയിൻ ആന്റണി ആണോ? ആ. അഞ്ജു ബാലു. അഞ്ജു 26 ഉണ്ട്. ഞാൻ സ്പീഡ് ഓടിപ്പോയി ആദ്യം എണ്ണിയപ്പോ, അതാ പറ്റിയേ. ഓക്കെ റിയ. ഓക്കെ. കഴിഞ്ഞോ? ഇല്ല മിസ്സേ, 15 ആയേ ഉള്ളൂ. മിസ് ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യൂ. ഓക്കെ. ഇനി വേറെ ആയിരിക്കോ? ബിൻഷ. ബിൻഷ ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മിസ്സേ. എവിടെ വരെ ആയി? പോയോ? കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ജിസ്മി. യെസ് മാം, യെസ് മാം. കഴിഞ്ഞോ? 5 കൂടിയുണ്ട്. ഷാനി. കഴിഞ്ഞിട്ടില്ല മിസ്സേ. ഓക്കെ.
മിസ് ഒരു ഡൗട്ട്, ഡിഡിന്റെ കൂടെ ടോൾഡ് ആണോ ടെല്ലാണോ ഉപയോഗിക്കുന്നത്? ഡിഡ് DID ഡിഡ് അതിന്റെ കൂടെ ടോൾഡ് ആണോ ടെല്ലാണോ? അവിടെ ഡിഡ് അല്ല യൂസ് ചെയ്യേണ്ടത്. അവിടെ ഡിഡ് അല്ല യൂസ് ചെയ്യണ്ടേ. റോസമ്മ ചോദിച്ചത് ഏത് സെന്റൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ അവിടെ യൂസ് ചെയ്യേണ്ടത് ഡിഡ് അല്ല, അത് മിസ്റ്റേക്ക് ആണ്. ഡിഡിന് പകരം വേറെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞുതരാം, അപ്പൊ അത് ശ്രദ്ധിക്കും. ഡിഡ് അല്ലെന്ന് മനസ്സിലായല്ലോ, അപ്പൊ ആ മിസ്റ്റേക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ അവിടെ ടെല്ലാണോ ടോൾഡ് ആണോ വരാന്ന് റിയക്ക് മനസ്സിലാവും. ഞാൻ ചോദിച്ചത് ഡിഡിന്റെ കൂടെ ടെല്ലാണോ ടോൾഡ് ആണോ ഉപയോഗിക്കുന്നത്? അതെനിക്ക് മനസ്സിലായി റിയ, ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഡിഡിന്റെ കൂടെ ഡിഡ് ഓൾറെഡി പാസ്റ്റ് അല്ലേ, പിന്നെ ആ വരുന്ന വെർബ് പാസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു പാസ്റ്റ് മതിയോ? അങ്ങനെയാണോ ഡിഡിന്റെ റൂള്? ഒരു പാസ്റ്റ് മതി. ഇതിന് ശേഷം നമ്മൾ V1 ഫോമാണ് യൂസ് ചെയ്യുക. എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പഴാ അറിയാം. ഓക്കെ, രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു തരുന്നേ, ഡിഡിന് വരെ ഏത് വാക്കാന്ന്? പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ പാസ്റ്റ് ടെൻസാ വരുന്നത്, അതുകൊണ്ട് ഡിഡ് എന്ന് എഴുതിയേ. എനിക്ക് മനസ്സിലായി, ഞാൻ പറയാം. ഓക്കെ, കഴിഞ്ഞോ? പറയൂ. ഇനിയിപ്പോ എത്രയുണ്ട്, ബാലൻസ് എത്രയുണ്ടെന്ന് പറയോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തുടങ്ങി പറഞ്ഞു പോകാം. ഓക്കെ, ഞങ്ങൾ എഴുതിക്കോളൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റത്തെ ആൻസർ ഒന്ന് വായിക്കൂ റിയ, ഫസ്റ്റത്തെ മാത്രം. Before you speak, you must think. Before you speak, you must think. Okay. Okay. എല്ലാവരും എന്താ എഴുതിയത് പറയൂ. You think well before you speak. You should think before talking. Think before you speak. Next, Vinsha, പറയൂ. Before you speak, you must think. Think. You think before you talk. Okay, Anju. പറയൂ, ലാഗല്ലേ, എല്ലാവരും പറയൂ. Think before you speak. ഓക്കെ, ഇനി റിയ പറഞ്ഞത് സംസാരിക്കുന്നതിന് മുമ്പ് നീ ചിന്തിക്കണം എന്നാണ് വരാം. റിയ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് മീനിങ് അതാണ്, ചിന്തിക്കണം. ഓക്കെ, ബിഫോർ യു സ്പീക്ക് യു മസ്റ്റ് തിങ്ക് എന്നാണ് റിയ പറഞ്ഞത്. ചിന്തിക്കണം, മിസ്റ്റേക്ക് ഒന്നുമില്ല, യു മസ്റ്റ് വന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്, നീ സംസാരിക്കുന്നതിന് മുന്നേ ചിന്തിക്കൂ എന്നാണ്. ഓക്കെ, എന്തോ റിയ? മസ്റ്റ് അവിടെ വരാൻ പാടില്ലെന്നാണ്. മസ്റ്റ് വന്നത് കൊണ്ട് തെറ്റില്ല റിയ. റിയ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോ മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ തരാം.
Yeah. ഓക്കെ, അപ്പൊ ജിസ്മി പറഞ്ഞ കറക്റ്റ് ആണ്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഞാൻ പറഞ്ഞു നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ എന്ന് പറയുന്ന മലയാളം വേർഡ് എവിടെയാണ് എൻഡ്? എൻഡ് എവിടെയായിരുന്നു? ആ എൻഡ് തുടങ്ങി നമ്മുടെ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നീ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കൂ. മലയാളത്തില് എൻഡിങ് എന്താ വരുന്നത്? ഏത് വേർഡാണ്? ചിന്തിക്കൂ എന്ന് പറയുന്ന വേർഡാണ് അല്ലെ? ഫസ്റ്റ് അത് എഴുതാം. ഓക്കെ, അപ്പൊ എന്താ വരാ? തിങ്ക്. ഇനി ചിന്തിക്കൂ എന്ന് പറയുന്നതിന് മുൻപ് എന്താണ്? ബിഫോർ. ബിഫോർ. അതിനു മുൻപ് എന്താണ്? നീ സംസാരിക്കുന്നതിന് എന്ന് പറയുന്നത് നീ സംസാരിക്കുക. അപ്പൊ എന്തോരും? യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. നമ്മള് മലയാളം എവിടെ സംസാരിക്കുന്നു അത് തുടങ്ങി ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഇനി അടുത്ത് നോക്കി, ഞാൻ അതിനെ കുറിച്ച് ആരോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല എന്നാണ്. ഓക്കെ, മനസ്സിലായി? അറിയെന്താ എഴുതി പറയൂ. I didn't. I not told anybody of that matter. Yeah. Okay. ഇനി എല്ലാവരും പറയൂ. ഓരോരുത്തരെ ഞാൻ വിളിക്കുന്നില്ല, ഓരോരുത്തരോട് പറയൂ. I didn't tell anything about it. Yeah. I didn't say. I didn't speak. അല്ല, I doesn't speak to anyone in this matter. തെറ്റാണോ മിസ്സേ? I doesn't speak to anyone in this matter. ഷാനി? I don't talk about this. Yeah. Okay. ഫസ്റ്റ്, ഞാൻ അതിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ടെൻസ് ഒന്ന് പറഞ്ഞു തരാമോ? എന്താണ്? Simple Past tense. Simple past. Past tense. Past perfect. Yeah. Past perfect. Okay. പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഈ ഉണ്ട് വരുമ്പോ ഞാൻ പറഞ്ഞു എന്താണ്? അത് Perfect ആണ്. കൂടെ ഒരു ഹാവോ ഹാസോ ഉണ്ടാവും അല്ലേ? ഇവിടെ നെഗറ്റീവ് ആണ്, പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ എന്താ വരാ? പറഞ്ഞു നോക്കി. I haven't. Yeah, I haven't. പറയുക. പറയുക എന്ന് പറയുമ്പോ അതിന് ഇംഗ്ലീഷ് വേർഡ് എന്താ? told അല്ലേ വരിക? ടോൾഡ് വരും. ഹാവ് വരുമ്പോ ടോൾഡ് ആണ് വരാ. ടോൾഡ് ആരോടും. Anyone. Anyone. അതിനെ കുറിച്ച്. About this. About that. About it. I haven't told anyone about it. I haven't told anyone about it. Okay? ഞാൻ പറഞ്ഞു ടെൻസ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ടെൻസ് ആണ്. ടെൻസ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? അടുത്തത്, ഞാൻ ഇവിടെ മുൻപ് ഞാൻ കൃത്യമായിട്ട് രണ്ടാമത്തെ പറഞ്ഞായിരുന്നു. ഞാൻ രണ്ടാമത്തെ പറഞ്ഞ ശരിയായിരുന്നു. ശരിയായിരുന്നു. ആര് പറഞ്ഞു? അതിന്റെ ഇടിന്റെ യൂസ് ചെയ്തറിയാ? അയ്യോ, അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് ഞാൻ ഹാവ് കൂട്ടി പറഞ്ഞായിരുന്നു. ആണോ? രണ്ടാമത് പറഞ്ഞത് ശരിയായിരുന്നു. I haven't told to anyone about it. Yeah, okay, correct. ഞാൻ തെറ്റാണെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കറക്റ്റ് പറഞ്ഞേ. Yeah, haven't ആണ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട് എന്നെങ്ങനെയാ പറയാ? ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. ടെൻസ് ഐഡന്റിഫൈ ചെയ്യൂ. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. I have been here before. Yeah, correct. I have been here before. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. I have been here before. Okay. Next, ഞാൻ പുറപ്പെടുമ്പോൾ ഡൗട്ട് ചോദിച്ചാട്ടെ മിസ്സേ, I am already visited in this place എന്ന് കൊടുത്താലും കറക്റ്റ് അല്ലേ? ഞാൻ I already visited in this place.
പക്ഷേ വിസിറ്റ് എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. അപ്പം പിന്നെ കാണുകയും സന്ദർശിക്കുകയൊക്കെ ഒരേ മീനിങ്ങിൽ വരുന്നതല്ലേ ഒരു പ്ലേസിനെ കുറിച്ച് പറയുമ്പോ? പക്ഷെ നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. മെൻഷൻ ചെയ്യുമ്പോഴാണ് എന്റെ ആവശ്യം. ഇവിടെ ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ഞാനിവിടെ മുൻപ് സന്ദർശിച്ചിട്ടുണ്ട് എന്നൊക്കെയാണെങ്കിൽ ഓക്കെ വിസിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിട്ട് പറയുന്നത് എല്ലാവർക്കും കെയിം പറയാം വേണമെങ്കിൽ. പക്ഷെ മെത്തേഡ് ഹാവ് ബീൻ ഹിയർ, ഇവിടെ ബിഫോർ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ്. സ്ഥലമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് നോക്കണ്ട, ആ വേർഡ് തന്നെ എല്ലാ വേർഡ്സും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. നിങ്ങള് മലയാളം ഓക്കെ കേൾക്കുന്നതായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, മനസ്സിലായോ? അതാണ് അത് പറഞ്ഞ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് വരുന്നത്. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. അങ്ങനെ ജെയിൻ അത് എഴുതിയോണ്ട് മിസ്റ്റേക്ക് ആണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ സെന്റൻസ് ആയിട്ട് അത് കണക്ട് ആയില്ല എന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ മിസ്, എനിക്ക് ഡൗട്ട് തോന്നി. ഞാനിതിങ്ങനെ യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തെറ്റാണോ എന്ന് ചോദിച്ചത്. അല്ലാതെ അത് തെറ്റല്ല കേട്ടോ. ഐ ഓൾറെഡി വിസിറ്റഡ് എന്നൊക്കെ പറഞ്ഞു ആ സെന്റൻസ് മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. ഓക്കെ, എനിക്ക് ഡൗട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എങ്ങനെ തിരിച്ചറിയുന്നത്? അത് ഞാൻ പിന്നെ പറയുന്ന മതി. ഇപ്പൊ പറയണോ? ആ ടെൻസിനൊക്കെ ബേസ് ചെയ്ത് വരില്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് അത് ടെൻസ് പഠിച്ചപ്പോ റിയ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ അത് റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഓക്കെ, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ്, ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ സെന്റൻസിൽ ഓരോ വേർഡും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഞാൻ കൂടെ പറഞ്ഞോളൂ. ഞാൻ എന്താണ്? എല്ലാരും പറഞ്ഞാൽ കുഴപ്പമില്ല. ഐ ആണ്. പുറപ്പെടുക. ഗെറ്റ് റെഡി. എന്താണ്? ഗെറ്റ് റെഡി പറഞ്ഞു. ഗോ ഔട്ട് പറ്റുമോ മിസ്സേ? ഗോ ഔട്ട് പുറത്തു പോകുക എന്നാണ്. ഓക്കെ മിസ്, പുറത്തു പോകുക. അപ്പൊ പുറപ്പെടുക, ലീവ്. ഇതൊക്കെ ഓർത്ത് വെക്കണം. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓർത്ത് വെക്കണം. പുറപ്പെടുക ലീവ് ആണ്. ശരിയാണോ? ലീവ്. ഓക്കെ റിയ. ഞാൻ ഇടയ്ക്കിട്ട് പറയുമ്പോ ഒരു ഫ്ലോ പോകും. ഓക്കെ, ഞാൻ പറയാം. ടീച്ചർ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എല്ലാരും പറഞ്ഞോളാം പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞേ. ശരിയാണ്, ആരും പറഞ്ഞില്ല. ഞാൻ അതിന് മുൻപ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ടൊരു ചാൻസ് തന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാരും പറയട്ടെ. കുട്ടികൾ പറഞ്ഞാൽ ഓക്കെ. അപ്പോ ഇവിടെ ഞാൻ പുറപ്പെടുമ്പോ നിന്നെ വിളിക്കാമെന്ന് പറയുമ്പോ ഞാൻ ഐ ആണ്, പുറപ്പെടുക ലീവ് ആണ്. പിന്നെ പുറപ്പെടുമ്പോൾ അല്ലെ, അപ്പോൾ എന്ന് പറയുന്നത് വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ യൂസ് ചെയ്യാം? അപ്പോൾ എന്ന് പറയുമ്പോ when യൂസ് ചെയ്യാം. നിന്നെ യു ആണ്. വിളിക്കാം, വിളിക്കുക കോൾ ആണ്. ഇത് ഇത്രയും വാക്കുകൾ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഐ കിട്ടി, ലീവ് കിട്ടി, വെൻ കിട്ടി, യു ആൻഡ് കോൾ. ഇത്രയും വേർഡ്സ് കിട്ടി. ഇനി ഇത് ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞില്ലാണ്ട്? ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാം? അപ്പൊ അതും കിട്ടി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വേർഡ്സ് എല്ലാം ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്തേ. I will call you when I leave. അത്രേ ഉള്ളൂ. എഴുതിയത് തന്നെയാണോ? മിസ്സേ, വില്ലിന് പകരം ഞാൻ വുഡ് എഴുതിയതേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ വില്ല എഴുതിയ.
അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് കുറച്ചെങ്കിലും ഒരു ട്രിക്കി വേയിലൂടെ എഴുതുക. ഞാൻ അറ്റ് തെറ്റാണോ? അറ്റ് തെറ്റാണോ? ഞാൻ എഴുതി അറ്റ് ദ ടൈം ആയിരിക്കുമെന്നാ. അപ്പൊ അറ്റ് തെറ്റാണോ? അറ്റ് ദ ടൈം ഐ ലീവ് എന്ന് പറയുമ്പോ സെന്റൻസ് എഴുതി തെറ്റല്ല, പക്ഷെ ഞാൻ പറഞ്ഞ മലയാളമായിട്ട് അതിന് ബന്ധമില്ല. സമയം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഈ അറ്റ് വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു തരാം. അറ്റെന്ന് ഞാൻ എഴുതിയ, പക്ഷെ മിസ് പറഞ്ഞു വെന്നാണ്. അത് രണ്ട് സെയിം ആണോ അത് ഡിഫറെന്റ് ആണോ? അറിയാ, ഈ പുറപ്പെടുമ്പോൾ അവിടെ പോകുമ്പോൾ, അതായത് അപ്പോൾ എപ്പോൾ എന്നൊക്കെ വരുമ്പോ നമുക്ക് വെന്നാണ് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ ബെറ്റർ. ഓക്കെ, അപ്പൊ അറ്റ് ഉപയോഗിക്കത്തില്ലേ? അറിയാ, ഇതിപ്പോ റിയൽ ഡൗട്ട് തീർന്നാ ക്ലാസ് മുന്നോട്ട് പോവില്ല. അറിയാ, കുറച്ച് കോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രേ ചോദിച്ചുള്ളൂ. അറ്റ് ചേർക്കാവോന്ന് ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഇപ്പൊ റിയ പറഞ്ഞ സെന്റൻസ് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. മിസ്റ്റേക്ക് ഇല്ല. ഞാൻ പറഞ്ഞ മലയാളമായിട്ട് കുറച്ചുകൂടെ അത് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മൊത്തം എത്രയായി? മൊത്തം മീൻസ് എത്രയായി എന്നുള്ളതിന് എന്താ പറയാ നമ്മള്? എത്രയായി? ഇനി മൊത്തം, അതായത് എല്ലാം കൂടെ എത്രയായി എന്നാണ് ചോദിക്കാം. എല്ലാം കൂടെ എന്നാണ് ആ ഒരു മൊത്തം എന്നൊരു മീൻസ് വരാറ്. അതെന്താ പറയാ? ടോട്ടലി പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് എന്ന് പറയും. ഒരു വാക്കുണ്ട്, എല്ലാം എന്ന് പറയുമ്പോ എന്താ? എല്ലാം How much all എന്ന് വരുമോ? എന്തോ? How much all? how much all. ഓക്കെ, അവിടെ വരെ നിൽക്കട്ടെ. how much all എല്ലാം. അപ്പൊ എല്ലാം എന്ന് പറയുമ്പോ all ആണ്. ഇനി ഒരുമിച്ച്, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ എന്താ എങ്ങനെ പറയാ? Together. Together. all together എന്നാണ്. ഈ ഒരു എല്ലാം ഒരുമിച്ച്, ഈ മൊത്തം എന്നൊക്കെ പറയുന്നത് all together ആണ്. ഓക്കെ, all together. അപ്പോ പറയാമോ? how much all together. how much all together. മൊത്തം എത്രയായി? how much all together. ഓക്കെ, അങ്ങനെയാ വരാം. നെക്സ്റ്റ്, നിനക്ക് അത് ചെയ്യാൻ കഴിയും. ഇത് എല്ലാവർക്കും പറ്റും. ഇത് എബിലിറ്റി ആണ് അല്ലെ? സിമ്പിൾ അല്ലേ? You can do this. You can do it. മിസ്സിനൊരു തെറ്റ് പറ്റി. മിസ് പറഞ്ഞത് ഹൗ മച്ച് ഓൾ ടുഗദർ എന്നാ. അപ്പൊ അവിടെ വാസ് ചേർത്തിട്ടില്ല. ഹൗ മച്ച് ഓൾ ടുഗദർ എന്നാ മിസ് പറഞ്ഞേ, പക്ഷെ അവിടെ വാസ് ചേർത്തിട്ടില്ല. വാസ് ചേർക്കാനോ? ഇവിടെ വാസ് ചേർക്കാതിരിക്കുന്നു. വാസ് ചേർക്കണ്ടേ? അപ്പൊ വാസിന്റെ ആവശ്യം എന്തിനാണ് അറിയാ? അത് എനിക്ക് മനസ്സിലായി. വാസിന്റെ ആവശ്യമുണ്ടോ? വാസിന്റെ ആവശ്യമുണ്ടോ? പറയൂ. അറിയില്ല, ഞാൻ അങ്ങനെ എഴുതി പോയി. വാസിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലാതെ എന്തിനാണ് മിസ്റ്റേക്ക് ആണെന്ന് പറയണേ? അപ്പൊ അത് മിസ്റ്റേക്ക് അല്ല. ഹൗ മച്ച് ഓൾ ടുഗദർ എന്ന് തന്നെയാ പറയാം. അവിടെ വാസിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി നിനക്കത് ചെയ്യാൻ കഴിയും. നിനക്ക് അത് ചെയ്യാൻ കഴിയും എന്നാണ്. അപ്പൊ ദിസ് അല്ല യൂസ് ചെയ്യണ്ടേ, ഇറ്റ് അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ് ഓർ യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അങ്ങനെ പറയാം. ഇനി ഇവിടെയും ഇതുപോലെ തന്നെ എങ്ങനെയാ പറയാ? Same at here. Same here. അത്രയും മതി. Same here. Okay. ഓ, ആസ് ചേർക്കണ്ട, ഞാൻ സെയിം ആസ് എഴുതി വെച്ചു. ഇനി അവൻ വീട്ടിൽ പോയോ? He go to home. He went home. No, question ആണ്. Did he go home? Did he go to the house?
ഗോ ടു ഇല്ലെങ്കിലും ഗോ ഹോം ചോദിച്ചാൽ മതി. ടു കിട്ടുന്ന മിസ്റ്റേക്ക് ഇല്ല. Did he go home? Did he go home? അവൻ വീട്ടിൽ പോയോ? Did he go home? Okay. ഇനി അവന് അറിയില്ല. He don't know. He doesn't know. He does not know it. He does not know. നിങ്ങൾ does not എന്നൊന്നും പറയണ്ട കേട്ടോ. ഷോർട്ട് ആക്കി പറയും. അതാണ് നല്ലത്. He doesn't know. He doesn't know. Okay. He doesn't know ആണ്. ഇനി ചായ തണുത്തു പോകുന്നു എങ്ങനെയാ പറയാ? He will get cold. അങ്ങനെ ഞാൻ എഴുതിയേക്കണേ. He is Getting cold. getting അല്ലേ Getting ആണ്. He is getting cold. Correct ആണ്. He is getting cold. മറ്റേ become വരുമോ മിസ്സേ? Become വരില്ല. ഞാൻ വിക്കമാണ്. He is getting cold ആണ്. Okay. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കിട്ടോ. ഇതൊക്കെ യൂസേജ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അല്ലെ? ഞാൻ ചോദിച്ചിട്ട് പറയാം. എങ്ങനെയാ പറയാ? ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ ടെൻസ് ഏതാണ്? Future tense. I ask and reply you. ഓക്കെ. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ ചോദിക്കുക. ഞാൻ ചോദിച്ചിട്ട് എങ്ങനെയാ പറയാ? I will ask. I will ask. Last പറയാം. and reply. I will ask and Reply to you. Tell. telling. Just പറയാം. Tell മാത്രം. I will ask and tell. Okay. I will ask and tell. Okay. ഇനി ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. I never meet him. ആ. I have never seen him before. I never see him before. ഇവിടെ never ആവശ്യമില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ യൂസ് ചെയ്ത് എന്തായിരുന്നു? ഹാവ് ആണ്. അത് തന്നെ സി. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. I have never seen him before. I have never എന്തിനാ ചേർക്കുന്നത്? never വേണ്ടല്ലോ. നെഗറ്റീവ് ഉണ്ട്. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. I haven't seen him before. seen ആണ്. V3 ഫോം ആയിരിക്കും വരാ. I haven't seen him before. Okay. Never ആയാലും okay അല്ലേ മാം? എന്തോ? Never എഴുതിയാലും okay അല്ലേ? I have never. നെവർ ഞാൻ ഒരിക്കലും എന്ന ഒരു മീനിങ് വരും. ആ. ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ട് അങ്ങനെ ഒരു ഒരിക്കൽ മീനിങ് ആണ് നെവർ വരാം. Okay. I haven't മതി അല്ലേ? ആ ഹാവിന് മാത്രം മതി. ഹാവിന് ആണ് നല്ലത്. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. എനിക്കിത് പ്രയാസമാണ്. എങ്ങനെയാ പറയാ? പ്രയാസം. Hard. Difficult. Difficult to ആണ്. അപ്പൊ It is difficult to me. അവിടെ ഇറ്റ് ഈസ് പറയണ്ട. ഇറ്റ്സ് ഷോർട്ട് ആക്കി പറയും. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. Difficult to me. നോ ടു അല്ല അവിടെ. എനിക്ക് For me. yeah for me. It's difficult for me. Yeah. Next, ദിവസത്തോട് ചൂട് കൂടി വരാണ്. The hot is increased day to day. ഞാനത് എഴുതിയില്ല മാം. എനിക്ക് കിട്ടിയില്ല. ഈ ചായ തണുത്തു പോകുന്നു എന്ന് പറഞ്ഞു നിങ്ങള്. അത് തന്നെ ഇവിടെ ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ഒരു തിങ്ക് ആണ്. അപ്പൊ നമുക്ക് ഇറ്റ്സ് ചേർക്കാം. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് ചേർക്കാം. It's Getting hotter day by day. yeah correct. It's getting hotter day by day. Okay. ഇനി മിസ് ഒന്നുകൂടെ ഹോട്ടൽ വാക്കുണ്ടോ? it's getting hotter day by day. ഓക്കെ. നമുക്ക് വൈൻഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. Okay ma'am. Thank you.
താങ്ക് യു മിസ്. ഓക്കെ മിസ്, താങ്ക് യു. Thank you, miss. Thank you. താങ്ക് യു. Thank you, miss.